ഛത്തീസ്ഗഡിൽ ക്രൈസ്തവർക്ക് വിലക്ക് ഏർപ്പെടുത്തി ബോർഡ് സ്ഥാപിച്ചു. കാങ്കറിലെ 8 ഗ്രാമങ്ങളിലാണ് പാസ്റ്റർമാർക്കടക്കം പ്രവേശന വിലക്ക് ഏർപ്പെടുത്തി ബോർഡ് സ്ഥാപിച്ചത്. വിവരങ്ങളുമായി ഇപ്പോൾ അബ്ദുൾ റഷീദ് ചേരാ. റഷീദ്, ഇത് ആരാണ് ഈ ബോർഡ് സ്ഥാപിച്ചത്? ഈ ഗ്രാമങ്ങളിൽ 8 ഗ്രാമങ്ങളിൽ എന്ന് പറയുമ്പോൾ അവിടുത്തെ ഗ്രാമത്തിന്റെ അധികൃതരാണോ? എന്താണ് പറയുന്നത്? ഇങ്ങനെ വിലക്ക് ഏർപ്പെടുത്തിയതിന് കാരണമായി എന്താണ് പറയുന്നത്? ഛത്തീസ്ഗഡിലെ കാങ്കർ അടക്കമുള്ള 8 ഗ്രാമപ്രദേശങ്ങളിലാണ് ഇത്തരത്തിൽ ക്രൈസ്തവർക്ക് വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ബോർഡുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. ഗ്രാമസഭകളിലെ നേതൃത്വം വന്നാണ് ഇത്തരത്തിലുള്ള ബോർഡുകൾ സ്ഥാപിച്ചത് എന്നുള്ളതാണ് ഈ നാട്ടുകാരടക്കം വ്യക്തമാക്കുന്നത്. എന്തായാലും മതപരിവർത്തനം അടക്കം തടയുന്നതിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ പാസ്റ്റർമാർക്കും അതോടൊപ്പം കന്യാസ്ത്രീകൾക്കടക്കം വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് ഈ സംഭവം ഉണ്ടായത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി, അതായത് ഛത്തീസ്ഗഡ് ഹൈക്കോടതിയും ഒരു ഉത്തരവിട്ടിരുന്നു. ഈ ബോർഡുകളൊക്കെ തന്നെ നീക്കം ചെയ്യണമെന്നുള്ള ഉത്തരവ് ഇട്ടിരുന്നു. പക്ഷേ ഈ ഉത്തരവ് പറയുന്ന ഘട്ടത്തിലും ഇത്തരത്തിൽ മതപരിവർത്തനം തടയുന്നതിനാവശ്യമായിട്ടുള്ള ഈ ബോർഡുകൾ സ്ഥാപിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമല്ല എന്നുള്ളൊരു ചൂണ്ടിക്കാട്ടൽ ഹൈക്കോടതിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു ഉത്തരവിനെതിരെ ഇപ്പോൾ സുപ്രീം കോടതിയിൽ റഷീദ്, ഈ ബോർഡ് എന്നാണ് സ്ഥാപിച്ചത്? അതായത് സുപ്രീം കോടതിയിൽ ഇടപെടൽ ഉണ്ടായെന്ന് പറഞ്ഞല്ലോ. ബോർഡ് എന്നാണ് സ്ഥാപിച്ചത്? ഈ ബോർഡ് സ്ഥാപിച്ചത് ആരാണ്? പഞ്ചായത്ത് അധികൃതരാണോ? എന്താണ് അതിന്റെ വ്യക്തമായ വിവരം? 2 ദിവസം മുമ്പാണ് ഈ ബോർഡുകൾ വിവിധ മേഖലകളിൽ സ്ഥാപിച്ചിട്ടുള്ളത്. പഞ്ചായത്ത് അധികൃതർ തന്നെയാണ് ഈ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഈ നാട്ടുകാരിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കേസ് ഛത്തീസ്ഗഡ് ഹൈക്കോടതിയിൽ ഉണ്ടായിരുന്നു. ഈ ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെ ഈ ബോർഡുകൾ ഇപ്പോൾ നീക്കം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഹൈക്കോടതി ഉത്തരവിൽ ചില അപാകതകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സുപ്രീം കോടതിയെ സമീപിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ സീറോ മലബാർ സഭ അവരുടെ പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിൽ ഏറെ പ്രധാനപ്പെട്ടത് ഹൈക്കോടതി പറയുന്നത് ഈ ഇത്തരത്തിൽ മതപരിവർത്തനം തടയുന്നതിനായി സ്ഥാപിച്ച ബോർഡുകൾ അത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് വിളിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യമാണ് കഴിഞ്ഞ ദിവസം ഛത്തീസ്ഗഡ് ഹൈക്കോടതിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ള ഉത്തരവിൽ പരാമർശിക്കുന്നത്. ഈ പരാമർശത്തിനെതിരെയാണ് ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിക്കുമെന്നുള്ള കാര്യം സീറോ മലബാർ സഭ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും നേരത്തെ തന്നെ ഛത്തീസ്ഗഡിലടക്കം കന്യാസ്ത്രീകൾ അക്രമത്തിനിരയാവുകയും അതോടൊപ്പം മതപരിവർത്തനം ആരോപിച്ച് വിവിധ അക്രമങ്ങൾക്ക് ഇരയാവുകയും ചെയ്യുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ക്രൈസ്തവ വിഭാഗക്കാർക്ക് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെയും ഇത്തരത്തിൽ വലിയ കൊടിയ ഈ പീഡനം തന്നെയാണ് അനുഭവിക്കേണ്ടി വരുന്നത്. ന്യൂനപക്ഷ വിഭാഗങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് RSS അജണ്ടയടക്കം നടപ്പിലാക്കുന്ന രീതിയിലേക്ക് ഛത്തീസ്ഗഡ് സർക്കാരും കടക്കുന്നു എന്നുള്ളതിന്റെ നമുക്കറിയാം. ഈ ഛത്തീസ്ഗഡ് ഭരിക്കുന്നത് BJP ആണ്. സ്വാഭാവികമായും ഈ കാങ്കർ എന്ന് പറയുന്ന ആ മേഖലയിലെ 8 ഗ്രാമങ്ങളുടെ പഞ്ചായത്തിന്റെ ആ ഭരണ സാരഥ്യവും BJPക്കും അല്ലെങ്കിൽ മറ്റ് ചില രാഷ്ട്രീയ പാർട്ടികൾക്കും ആയിരിക്കാനാണ് സാധ്യത. നിലവിൽ ഔദ്യോഗികമായി തന്നെ ഈ ബോർഡ് സ്ഥാപിക്കുക എന്ന് പറയുമ്പോൾ അത് ഛത്തീസ്ഗഡിലെ BJP സർക്കാർ അറിയാതെ അക്കാര്യങ്ങൾ അവിടെ നടക്കില്ല. നമുക്കറിയാം, ഛത്തീസ്ഗഡിൽ അടക്കമുള്ള ഉത്തരേന്ത്യൻ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ വലിയ തരത്തിലുള്ള ക്രൈസ്തവ വേട്ട നടക്കുകയാണ്. മതപരിവർത്തനമാണ് പറയുന്ന കാര്യം. ഇവിടെ വളരെ കൃത്യമായി സുപ്രീം കോടതിയെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് ബോർഡ് സ്ഥാപിക്കുകയും ഒരു മതവിഭാഗത്തെ അകറ്റി നിർത്തുകയും ശത്രുക്കളായി പ്രഖ്യാപിക്കുകയും ചെയ്യുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണം അവിടുത്തെ ഛത്തീസ്ഗഡ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത്, BJP സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടോ? ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇതുവരെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ പഞ്ചായത്ത് അധികൃതരോട് വിശദീകരണം തേടുന്ന സമീപനം സംസ്ഥാനത്തിന്റെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല. ഏതെങ്കിലും തരത്തിലുള്ള നടപടി ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് വ്യക്തമാകാൻ കഴിയുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം ദില്ലിയിൽ ശരി റഷീദ്